ജനക്ഷേമ പദ്ധതികളുമാണ് എന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പോരാണ് നിലമ്പൂരിലേത് എന്ന് എം സ്വരാജും ആവർത്തിച്ചു. അപ്പോൾ ഈ തോൽവിക്ക് ഉത്തരം പറയേണ്ടത് CPIM-ഉം സർക്കാരും തന്നെയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് നിലമ്പൂരിൽ സംഭവിച്ചത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിഥികളും ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീകുമാർ മനയിൽ, ശ്രീ N ശ്രീകുമാർ, ഒപ്പം കോൺഗ്രസ് നേതാവ് സോയ ജോസഫ് എന്നിവർ ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം സോയയിലേക്ക്. സോയ, അഭിനന്ദനങ്ങൾ. ഒരു പോരാട്ടത്തിൽ, നിർണായകമായ പോരാട്ടത്തിൽ കോൺഗ്രസിന് വലിയ വിജയം നേടാൻ സാധിച്ചു. ആ വിജയം എത്രത്തോളം ആത്മവിശ്വാസമാണിപ്പോൾ പാർട്ടിക്ക് നൽകുന്നത്? എങ്ങനെ നേടിയ വിജയം എന്നാണ് ആദ്യഘട്ടത്തിൽ പാർട്ടി ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒക്കെ ഒരു ദിവസമാണ് നിലമ്പൂര് പോലെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കെട്ടുറപ്പോടുകൂടെ നിന്നിരുന്ന ഒരു മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. അത് എങ്ങനെ എന്നുള്ളതിന് ആകെ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഏറ്റവും കൂട്ടായ പരിശ്രമത്തോടുകൂടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ഒരു കെട്ടുറപ്പ് ഏറ്റവും കൃത്യമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. അതെല്ലാ തലത്തിലും ഏറ്റവും അടിത്തട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മുതൽ അതിൽ ഏറ്റവും മുകളിൽ ഏറ്റവും ഉപരിപ്ലവമായി നമുക്ക് പുറമേക്ക് കാണാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങളിൽ പോലും അത് വളരെ കൃത്യമായി പ്രകടിപ്പിക്കാനും മുന്നോട്ട് വെക്കാനും കോൺഗ്രസിനെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളെയൊക്കെ സംബന്ധിച്ച് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും സോയ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ്, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും കണക്കുകൂട്ടലുകളിൽ ഏതാണ്ട് ഒരു 10,000-ന് താഴെ, 8,000 മുതൽ 10,000 വരെ വോട്ടുകൾക്ക് വിജയിച്ചേക്കാമെന്നാണല്ലോ പൊതുവെ കോൺഗ്രസ് നിരീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴിതാ ഭൂരിപക്ഷം അതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത്. സോയ, തീർച്ചയായും ഈ പറയുന്നത് പോലെ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി പറയുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വന്നു. അത് രാഷ്ട്രീയമായ പോരാട്ടമാണെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ മുന്നോട്ട് വെച്ചു. ഭരണപക്ഷം ഏറ്റവും അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം, ഇത് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പൊൻതൂവലായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യം, ഇത് സർക്കാരിനെ, ഈ ജനവിരുദ്ധ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഇത് മാറുമെന്ന് പറഞ്ഞു. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് വിജയിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന സർക്കാർ, ഇവിടെ 9 കൊല്ലമായി തുടർച്ചയായി നിലനിൽക്കുന്ന ഒരു സർക്കാർ പിടിപ്പ് കെട്ടതാണെന്നും പാഴാണെന്നും ജനവിരുദ്ധമായതാണെന്നും ജനാധിപത്യത്തിന്റെ സ്വഭാവമില്ലാത്തതാണ് എന്നുള്ളത് ആളുകൾ ജനാധിപത്യത്തിന്റെ ഒരു ഭാഷയിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം പക്ഷേ സോയ, പരാജയപ്പെടുമ്പോഴും ഇടതുപക്ഷം പറയുന്നത്, പ്രത്യേകിച്ച് എം സ്വരാജിന്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്, ഇത് പിണറായിസത്തിനെതിരായ ഒരു വിധിയെഴുത്തല്ല എന്നാണ്. അതൊക്കെ സ്വാഭാവികമല്ലേ. അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി അത് പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇത്ര നാളും ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പൊ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വരാജിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായോ സ്വരാജിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായോ ഞങ്ങൾ പോലും ആരോപിക്കുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലൊരു തോൽവി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന സർക്കാരിനുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകൾ, ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ, മനുഷ്യരെയൊക്കെ ഇത്തരത്തിൽ എല്ലാ പ്രയാസങ്ങളും, ഞാൻ ഓരോ വിഭാഗം മനുഷ്യരിലേക്കും എടുത്തു പോയി കഴിഞ്ഞാൽ അത് സ്ത്രീകളാകട്ടെ, ഉദ്യോഗാർത്ഥികളാവട്ടെ, തൊഴിൽ തേടുന്ന ആളുകളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, ഏത് മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും, കർഷകരാവട്ടെ, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ പോലും എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് വലിയ അസ്വസ്ഥതകളുള്ള, സർക്കാരിനെതിരെയുള്ള വലിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധികൾ നമുക്ക് മനസ്സിലാവും.